ന- നമസ്കാരം. ശിവടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് MG യൂണിവേഴ്സിറ്റിയുടെ ബികോം പാഠപുസ്തകം സെക്കൻഡ് സെമസ്റ്ററിലെ ബികോം പാഠപുസ്തകത്തിലേക്ക് കിടക്കാം. ഗദ്യരാജ് എന്ന പുസ്തകത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിൽ ആദ്യം ലേഖനങ്ങളാണ്. ആദ്യത്തെ ലേഖനം എഴുത്തുകാരന്റെ ജീവിതം എന്ന MN കാരശ്ശേരി സാറിന്റെ ലേഖനമാണ്. അപ്പൊ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മതേതരമായ നിലപാടുകളും സാമൂഹിക പ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ് MN കാരശ്ശേരിയെ പ്രശസ്തനാക്കിയത്. പിന്നെ അദ്ദേഹം അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. മുഹൈദ്ദീൻ നടുക്കണ്ടിയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അതാണ് MN കാരശ്ശേരി എന്ന പേരിൽ നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കലാകാരന്റെ ജീവിതം കല തന്നെ എന്ന ആശയമാണ് എഴുത്തുകാരന്റെ ജീവിതം എന്ന ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ സാഹിത്യകാരന്റെ വ്യക്തിപരമായ ജീവിതവും സർഗാത്മകമായ ജീവിതവും രണ്ടും രണ്ടാണ്. പക്ഷെ പലപ്പോഴും ഒരു സാഹിത്യകാരന്റെ കൃതികളിലൂടെ അവന്റെ വ്യക്തി ജീവിതത്തെ നോക്കി വായിക്കാനാണ് വായനക്കാർ ശ്രമിക്കുന്നത്. അപ്പൊ ഒരു കൃതിയിലൂടെയാണ് സാഹിത്യകാരൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് എന്നുള്ളത് MN കാരശ്ശേരി പറയുന്നു. സമൂഹം സാഹിത്യകാരനെ മാനിക്കുന്നു. അയാൾ ഋഷിയാണെന്ന് വരെ സമൂഹം കരുതുന്നു. ചിലപ്പോൾ വഴികാട്ടിയാണെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാഹിത്യകാരൻ വളരെ സത്യസന്ധനും ജീവിതത്തിൽ വലിയ മഹാനുമായിരിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ എഴുത്തുകാരന്റെ പ്രതിച്ഛായ അയാൾ കാത്തു സൂക്ഷിക്കേണ്ടതാണോ എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടെയാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ സദാചാരത്തിന്റെ കാര്യമാണ് ആദ്യം കണ്ണിൽപ്പെടുക. അതായത് എഴുത്തുകാരന്റെ ജീവിതം ഏത് രീതിയിലാണ് അയാൾ മുന്നോട്ട് നയിക്കുന്നത്, അയാൾ എഴുതുന്നത് പോലെയാണോ, എഴുതുന്നതല്ല അയാളുമായി ബന്ധപ്പെട്ടതാണോ എന്നൊക്കെയുള്ള ചിന്ത പലപ്പോഴും എഴുത്തുകാരനെ കുറിച്ച് മറ്റു വ്യക്തികളിൽ ഉണ്ടാകാം. അപ്പൊ എന്തെങ്കിലും ഒരു സദാചാരം നിലനിർത്താൻ അയാൾക്ക് എന്ത് സവിശേഷ ബാധ്യത ഉണ്ടെന്നാണ് നമുക്ക് ചിലപ്പോൾ തോന്നുക. അപ്പോ ഇവിടെ പടിഞ്ഞാറൻ നാടുകളിൽ മദ്യപിക്കുന്ന ഒരു പാവമായിട്ട് ആരും കാണുന്നില്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ മദ്യപിക്കുകയാണെങ്കിൽ അതൊരു ദുശീലമായി ആളുകൾ കരുതുന്നു. അതുപോലെ കുടുംബത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെ പാശ്ചാത്യ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ വ്യത്യാസമുള്ളതാണ്. ഇനി സദാചാരം പോട്ടെ, സ്നേഹം, ദയ, ക്ഷമ തുടങ്ങിയ മൂല്യങ്ങളെ കുറിച്ച് എഴുതുന്നയാള് തീർച്ചയായും അത്തരം മൂല്യങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്ന് വായനക്കാരൻ ചിന്തിക്കുന്നു. അപ്പൊ ഇവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ലേഖകൻ പറയുന്നത് എന്താണ്? പ്രവാചകനും കവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രോഫറ്റ് അല്ല പോയറ്റ്. പോയറ്റിന് അയാളുടേതായ ജീവിത രീതികൾ ഉണ്ടാവാം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മാതൃകാ പുരുഷനും ഉത്തമ പുരുഷനുമായി ഒരു എഴുത്തുകാരൻ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അപ്പൊ ഒരു ക്ലീൻ പ്രതിച്ഛായയുള്ള ഇമേജുള്ള ആളായിരിക്കണം എഴുത്തുകാരൻ എന്നത് വാദിക്കുന്നതൊക്കെ തെറ്റാണ്. അപ്പം ഗാന്ധിജി ഒരു മാതൃകാ പുരുഷനാണ്, ആകണം. അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ റോൾ അതാണ്. പക്ഷെ രവീന്ദ്രനാഥ ടാഗോർ ഒരു ഉത്തമ പുരുഷനായിരിക്കണം എന്ന് ശഠിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഈ ഒരു വകതിരിവ് ആളുകളിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സദാചാര ഭ്രംശം ഒക്കെ പറയുമ്പോൾ ചങ്ങമ്പുഴയുടെയോ പി കുഞ്ഞിരാമന്റെയോ ഒക്കെ ജീവിതം മാതൃകാപരമായിരുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ച വ്യക്തികളാണ്. അപ്പൊ ഈ കവികൾ എന്നുള്ള നിലയിൽ, എഴുത്തുകാരെന്ന നിലയിൽ അവരെ ആദരിക്കുന്നതിനോ അവരെ ബഹുമാനിക്കുന്നതിനോ ഇത് തടസ്സമാകരുത്. അവരുടെ വ്യക്തി ജീവിതം ഒരിക്കലും നമ്മൾ കണക്കിലെടുക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. പഴയ കാലത്തെ മഹാകവികളെ വാൽമീകി, വ്യാസൻ, കാളിദാസൻ തുടങ്ങിയവരെ പറ്റി പല ഐതിഹ്യങ്ങളും നിലവിലുണ്ടെന്ന് നമുക്ക് കാണാം. വാൽമീകി കള്ളനായിരുന്നെന്നും വ്യാസൻ കന്യാപുത്രനായിരുന്നെന്നും കാളിദാസൻ മഹാവിഡ്ഢിയാണെന്നും ഒക്കെ ആരാധകർ സ്നേഹത്തോടെയാണ് പറയുന്നത്. അപ്പൊ ചങ്ങമ്പുഴ പറഞ്ഞു ഞാൻ പാടുന്ന പിശാചാണെന്ന്. അത് എത്ര പേര് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. മണ്ണിലുണ്ട് എനിക്കൊരു കെട്ട ജീവിതം എന്ന് വയലോപ്പിള്ളി പാടുന്നു. അപ്പോഴാണ് ആ സത്യത്തിൽ ആരാധകർ സൗന്ദര്യം കാണേണ്ടത്. ഓസ്കാർ വൈൽഡിന്റെ കൃതികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയും ജീവിതം രീതികൾ വളരെ മോശമായിരുന്നു എന്ന് പറയുന്നു പറഞ്ഞ് ഓസ്കാർ വൈൽഡിന്റെ കൃതികൾക്ക് ഒരു മൂല്യച്യുതിയും സംഭവിക്കുന്നില്ല. ഇനി നോക്കണേ, ടോൾസ്റ്റോയും ഗീതയുമാണ് എൻ്റെ ഗുരുക്കന്മാർ എന്ന് ഗാന്ധിജി പറഞ്ഞു. അപ്പൊ ഗീതയ്ക്കൊപ്പം, ഭഗവത്ഗീതയ്ക്കൊപ്പം ടോൾസ്റ്റോയ്ക്കും സ്ഥാനം കൊടുത്ത ഋഷി തുല്യനായ ഗുരുവര്യനാണ് ഗാന്ധിജി. എന്നാൽ ടോൾസ്റ്റോയി അയാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രണയബന്ധങ്ങളിലും മറ്റും ഏർപ്പെട്ടിരുന്ന ആളാണ്. അയാളുടെ യഥാർത്ഥ സന്താനങ്ങളുടെ കുതിരക്കാരനായിരുന്നത് അയാൾക്ക് അല്ലാതെ ജനിച്ച ഒരു മകനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിലൊരു മനസ്താപവും, തന്റെ ദുഷിച്ച ജീവിതത്തിൽ ഒരു മനസ്താപവും ടോൾസ്റ്റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിജി അദ്ദേഹത്തെയാണ് ഭഗവത്ഗീതയ്ക്കൊപ്പം പ്രതിഷ്ഠിച്ചത്. അപ്പൊ സമൂഹത്തിന് പ്രോഫറ്റിനെയും പോയറ്റിനെയും, പ്രവാചകനെയും കവിയെയും വേർതിരിച്ച് കാണാൻ കഴിയണം. ഗാന്ധിജി പറഞ്ഞു മികച്ച കല ഉത്തമ ജീവിതമാണ്.
ഇനി ചങ്ങമ്പുഴ അനേകം സ്ത്രീകളെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു സ്ത്രീയെയും സ്നേഹിച്ചില്ല എന്നതാണ്. അതായത് മാതൃകാ കാമുകനായിരുന്നില്ല, കാണുന്നവരെല്ലാം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ടും ഭാഷയിലെ മികച്ച പ്രണയ ഗായകനായി അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കേരളീയർക്ക് ഒരു പ്രയാസവും നേരിട്ടില്ല. അപ്പൊ ചങ്ങമ്പുഴയുടെ ജീവിതം വളരെ ഹ്രസ്വമായിരുന്നു. 38-ാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ജീവിത രേഖയല്ല പരിശോധിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചും മറ്റും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൃതികളാണ്, അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു അന്വേഷണമൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൃതികളാണ് നമ്മൾ വായിക്കേണ്ടത്. ഇനി പിക്കാസോയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ജീവിത സായാഹ്നത്തിൽ തന്റെ ചിത്രങ്ങളെയും ചിത്രമെഴുത്ത് രീതികളെയും തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. ഇതൊന്നും ചിത്രകാരന്മാരെയോ ആസ്വാദകരെയോ ബാധിച്ചിട്ടില്ല. അതൊരു തമാശയായി മാത്രമാണ് എല്ലാവരും കണ്ടത്. ഇനി മുകുന്ദനെ നമുക്ക് നോക്കാം. മുകുന്ദനെ സൃഷ്ടിച്ചു വിട്ടവർ അടുക്കും ചിട്ടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നവരാണ്, കള്ളിനും കഞ്ചാവിനും അടിമകളായി തീരുന്നവരുമാണ്. പക്ഷെ മുകുന്ദൻ ആ രീതിയിൽ ജീവിക്കുന്ന ആളല്ല എന്നുകൂടെ നാം ശ്രദ്ധിക്കണം. അപ്പൊ എഴുത്തുകാരന്റെ അല്ലെങ്കിൽ വൃത്തികെട്ട വ്യക്തിജീവിതം നേരിട്ട് വായനക്കാരന് ഒരു പ്രശ്നമാവുന്നില്ല. വായനക്കാരന് എഴുത്തുകാരനേക്കാൾ പ്രശ്നം അയാൾ സൃഷ്ടിച്ച കഥാപാത്രമാണ്. വായനക്കാരന് അറിയാവുന്നത് ആ കഥാപാത്രത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് തകഴിയോടുള്ള അടുപ്പത്തേക്കാൾ കൂടുതലുള്ളത് ചെമ്മീനിലെ കറുത്തമ്മയോടുള്ള അടുപ്പമാണ്. ഇനി ഏറ്റവും വലിയ ദുരന്ത നാടകമായ ഈഡിപ്പസ് എഴുതിയ സോഫോക്ലിസ് ആണ്. അപ്പോൾ ഈ ഒരു ദുരന്ത നാടകം എഴുതിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ മൂല്യം ഇല്ലാതാകുന്നില്ല. അപ്പൊ സ്വന്തം ജീവിതത്തിൽ നടക്കാതെ പോയ കാര്യങ്ങളാണല്ലോ സാഹിത്യകാരൻ തന്റെ ഭാഷയിൽ നെയ്തെടുക്കുന്നത്. അപ്പൊ ആരാണ് മൂല്യം സൃഷ്ടിക്കുന്നത്? ആ ആളെയാണ് പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബുദ്ധൻ സ്വന്തം ജീവിതത്തിൽ കൊണ്ട് അഹിംസ എന്താണെന്ന് കാണിച്ചു തന്നു. ക്രിസ്തു കുരിശിന്റെ വഴിയിലൂടെ കരുണ എന്താണെന്ന് കാണിച്ചു തന്നു. അപ്പൊ സത്യത്തെ രൂപവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗാന്ധിജിയുടെ ജീവിതം. അപ്പൊ ഇതാണ് പ്രവൃത്തിയും ജീവിതവും ഒന്നാകുന്നത്. ഇനി സാഹിത്യത്തെക്കുറിച്ച് പറയാം. സാഹിത്യ സ്വപ്നമാണ്, ഭാഷയാണ്, വാക്കാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ആളിന് അതുണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ രചനകൾ ചിലപ്പോൾ അയാൾക്ക് ആ സാഹിത്യ രൂപം വ്യക്തമായി ചിത്രീകരിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് മാത്രമായിട്ട് അയാളുടെ രചനകൾ നിന്ദിക്കപ്പെടാനും പാടില്ല. ടാഗോറിനെ പോലെ മനോഹരമായ കവിത എഴുതിയില്ല എന്നൊരു ഗാന്ധിജിക്കെതിരെ ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഗാന്ധിജിയെ പോലെ കർശനമായി സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നടത്തിയില്ല എന്ന് നമുക്ക് ടാഗോറിനെ പറ്റി പറയാനും കഴിയില്ല. ഇനി വേറൊരു കാര്യമുണ്ട്. ഒരു സാഹിത്യകാരൻ ജീവിതത്തിൽ എന്ന പോലെ, കൃതികളിൽ എന്ന പോലെ ജീവിതത്തിലും അയാൾ മഹത്വവാനായി കാണപ്പെടുകയാണെങ്കിൽ അത് വളരെ നന്ദി. ഇവിടുത്തെ പ്രശ്നം അതല്ല. നിത്യജീവിതവും അയാളുടെ ഡെയിലി ലൈഫും ശുദ്ധമാക്കി വെച്ചാലേ എഴുത്തുകാരനാവുമെന്ന് നമ്മൾ ചടിക്കരുത്. അപ്പൊ സമൂഹത്തിൽ ഓരോ മനുഷ്യർക്കും അവരുടേതായ റോളുണ്ട്. അപ്പോൾ സാഹിത്യകാരന്റെ ജീവിതം എപ്പോഴും ഹ്രസ്വമാണ്, പക്ഷെ കൃതി വളരെ കാലം ജീവിക്കേണ്ടതാണ്. അപ്പൊ ചങ്ങമ്പുഴയുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് വായനക്കാർ അത് അന്വേഷിച്ച് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ച് ആസ്വദിക്കുകയാണ്. ചെയ്യാത്തത് പറയരുത് എന്ന പദത്തിന് അടിവരയിടണം. ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ വേറൊരാളിനെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. സാഹിത്യകാരനും അത് ബാധകമാണ്. അതായത് ചെയ്യാത്ത കാര്യങ്ങൾ അയാൾ കഴിയുന്നതും പറയാതിരിക്കാൻ ശ്രദ്ധിക്കും. പക്ഷേ സാഹിത്യകാരൻ ചെയ്യേണ്ട എന്താണ്? തനിക്കും മറ്റുള്ളവർക്കും അനുഭവവേദ്യമായ ചില കാര്യങ്ങൾ സിദ്ധിയിലൂടെ, സാധനയിലൂടെ, ആർജിച്ച ശക്തി കൊണ്ട് ഭാഷയിൽ അയാൾ സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ സാഹിത്യകാരന് അനുഭൂതി, സിദ്ധി, സാധന. അയാൾക്ക് അത് ആവിഷ്കരിക്കാനുള്ള ഒരു അനുഭൂതി തലം ഉണ്ടാകണം. അയാൾക്ക് ജന്മനാൽ തന്നെ ഒരു സിദ്ധി ഉണ്ടാകണം, സാഹിത്യം രചിക്കാനുള്ളത്. പിന്നെ ഒരു ശക്തി ഉണ്ടാവണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ അയാൾക്ക് വ്യക്തമായി തൻ്റെ സാഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ സർഗശേഷി എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ സാഹിത്യകാരന്. അതായത് ഉദാത്തമായ അംശങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ സാക്ഷാത്കരിക്കുന്ന നിരവധി പേരെ സൃഷ്ടിക്കാൻ സാഹിത്യകാരന് കഴിയും. അപ്പൊ ഈ അളവിൽ സർഗശേഷിയുള്ള എഴുത്തുകാരാണ് നേർവഴി കാണിക്കുന്നവരായിട്ട് വിളികൊള്ളുന്നത്. അപ്പൊ മാതൃകാപരമായി ജീവിക്കുന്ന അനേകായിരം പേർക്ക് ഇത്തരം ആളുകളെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും സാഹിത്യകാരന്മാരാകാൻ കഴിയില്ല, പക്ഷെ അവർ നേർവഴിക്ക് ജീവിക്കുന്നവരായിരിക്കും. ഈ സർഗശേഷിയോട് സത്യസന്ധത, ഉത്തരവാദിത്വം പുലർത്തുക എന്നതാണ് സാഹിത്യകാരന്റെ ധർമ്മം. സാഹിത്യകാരനായിരിക്കുക എന്നതിന്റെ അർത്ഥവും അതാണ്. അക്കൂട്ടത്തിൽ നല്ല മനുഷ്യനാകാൻ കഴിയുന്നത് അഭികാമ്യം തന്നെ. അതിലപ്പുറവും കടന്ന്
നീ ചെന്ന് നല്ലവനാണെന്ന് മറ്റുള്ളവരിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരൂ, എന്നാലേ നിന്നെ ഞങ്ങൾ എഴുത്തുകാരനായി അംഗീകരിക്കൂ, എന്നാലേ നിന്റെ സാഹിത്യം ഞങ്ങൾ വായിക്കൂ എന്ന് കൽപ്പിക്കുന്നത് നമ്മുടെ ആലോചനക്കുറവ് കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കലാകാരന്റെ ജീവിതം വ്യക്തിയുടെ ജീവിതമല്ല, കലയിൽ അയാൾ സൃഷ്ടിക്കുന്ന ജീവിതമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹത്തായ കല സൃഷ്ടിക്കുന്ന നേരത്ത് മാത്രമാണ് സത്യത്തിൽ കലാകാരൻ ജീവിക്കുന്നത്. അപ്പൊ കലാകാരന്റെ ജീവിതം എന്ത് തന്നെയാണ്? കല തന്നെയാണ്. അപ്പൊ ഇതിനോടൊപ്പം ഇതിന്റെ ഒരു ചെറിയ നോട്ട് ചേർക്കാം. ഈ ഒരു പാഠഭാഗം നിങ്ങളത് അതിന്റെ ആശയം കേൾക്കുക. ഈ ഒരു പാഠഭാഗത്തിലെ വൺ വേർഡുകളും ഇതിന്റെ ഒപ്പം പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.